പോലീസിന് സാധാരണക്കാരുടെ ദൈനംദിന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്ന് SP KV വേണുഗോപാൽ പറഞ്ഞു. 2008 കേരളത്തിൽ ആഭ്യന്തരമന്ത്രി ബഹുമാനപ്പെട്ട കോടിയേരി ബാലകൃഷ്ണൻ, അദ്ദേഹത്തിന്റെ പേര് ഒരിക്കലും ജനമൈത്രി പോലീസ് സംവിധാനം ബന്ധപ്പെട്ട് വിസ്മരിക്കാൻ സാധിക്കില്ല. 2011 കേരള പോലീസ് ആക്ടിനകത്ത് വലിയൊരു അമെൻമെന്റ് വരുത്തി. ആ അമെൻമെന്റിൽ സെക്ഷൻ 7 പറയുന്നു, പോലീസ് സ്റ്റേഷനിൽ നിർഭയമായി കടന്നു ചെല്ലാൻ സാധാരണക്കാരുള്ള അവകാശമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. അത് വലിയൊരു കാര്യമാണ്. കേരളത്തിലെ നിയമസഭ 2011 പാസ്സാക്കിയപ്പോൾ അതിൽ ഭരണപക്ഷ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ പാസ്സാക്കിയ ഒരു നിയമമാണ് 2011 കേരള പോലീസ് ആക്ട്. അതിനകത്ത് പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം, നിർഭയമായി പോലീസ് സ്റ്റേഷൻ സാധാരണക്കാരന് കടന്നു ചെല്ലാനുള്ള സാഹചര്യം അത് നിയമം മൂലം ഉണ്ടാക്കിയ ഒരു സംസ്ഥാനമാണ് കേരള സംസ്ഥാനം. പക്ഷേ പൊതുജനങ്ങൾക്ക് ഇപ്പോഴും പോലീസ് സ്റ്റേഷനിൽ വരാൻ നിർഭയമായി വരാനുള്ള സാഹചര്യം ഉണ്ടെന്ന് പലപ്പോഴും ഞാൻ ചോദിക്കാറുണ്ട്. 25 വർഷം നമ്മൾ ഇതിനു വേണ്ടി വർക്ക് ചെയ്യാണ്. ഇടനിലക്കാരെ ഒഴിവാക്കുക, സാധാരണക്കാരൻ പോലീസ് സ്റ്റേഷൻ നിർഭയമായി കടന്നു ചെല്ലണം എന്ന് പറയാറുണ്ട്. അതിനൊരു മാറ്റം ഇനിയും ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. ജനാധിപത്യ സംവിധാനം ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ജനാധിപത്യ സംവിധാനം എന്നുള്ളത് സാധാരണക്കാരൻ്റെ ജീവനും സ്വത്തും മാത്രമല്ല. ഇപ്പൊ കാലഘട്ടം മാറി. ഇപ്പൊ സോഷ്യൽ മീഡിയ കാലഘട്ടമാണ്. ആരെയും ആർക്കും എവിടെയും ആക്ഷേപിക്കാനുള്ള സാഹചര്യമുള്ള കാലഘട്ടമാണ്. ആരെയും ആർക്കും എന്തു പറയാം, അത് നാഥം വേണമെന്നില്ല. അത്തരമൊരു സാഹചര്യത്തിൽ കേരള പോലീസ് ആക്ടിനകത്ത് മറ്റൊരു അമെൻമെന്റ് 2010 നടത്തി. അത് കേവലം ഒരു പൗരന്റെ ജീവനും സ്വത്തും മാത്രമല്ല, അവന്റെ പൗരസ്വാതന്ത്ര്യം അത് സംരക്ഷിക്കാനുള്ള ബാധ്യത പോലീസിനുണ്ട്. പിന്നെയോ അവന്റെ ആത്മാഭിമാനം സംരക്ഷിക്കാനുള്ള ബാധ്യതയും പോലീസിനുണ്ട് എന്ന് 2010 നിയമത്തിൽ എഴുതി ചേർത്തു. തൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ എടുത്തു പറയേണ്ടതാണ് കാസർഗോഡ് ജില്ലയിലെ പാവപ്പെട്ട ഒരു സ്ത്രീക്ക് പോലീസിൻ്റെ ഇടപെടൽ കൊണ്ട് പട്ടയം കിട്ടിയ നടപടി. 1936 മുതൽ ആ സ്ത്രീയുടെ പൂർവികരുടെ കൈവശമുള്ള ഒരേക്കർ സ്ഥലത്തിന് പട്ടയം കിട്ടാൻ അവർ മുട്ടാത്ത വാതിലുകളില്ല. ഒടുവിൽ വില്ലേജ് ഓഫീസർ പട്ടയം അനുവദിക്കാൻ 25,000 രൂപ കൈക്കൂലി ആവശ്യപ്പെട്ടപ്പോഴാണ് കാസർഗോഡ് വിജിലൻസ് DYSP ആയ തൻ്റെ മുന്നിലേക്ക് ഈ വിഷയം എത്തുന്നത്. ആവശ്യപ്പെട്ട തുക നൽകുമ്പോൾ വില്ലേജ് ഓഫീസറെയും അസിസ്റ്റൻറ്റിനെയും അറസ്റ്റ് ചെയ്തു. തുടർന്നുള്ള ഇടപെടലിലാണ് ആ പാവപ്പെട്ട സ്ത്രീക്ക് പട്ടയം അനുവദിച്ച് കിട്ടിയത്. അടച്ചിടാത്ത ഒരേ ഒരു സ്ഥാപനം പോലീസ് സ്റ്റേഷനാണ്. ജനാധിപത്യ സംവിധാനത്തിൽ പോലീസിന് ജനപക്ഷത്ത് നിന്നുകൊണ്ട് ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്നും വേണുഗോപാൽ പറഞ്ഞു. സാധാരണക്കാരെ ജനങ്ങൾ, ഇത് ജനാധിപത്യ സംവിധാനമുള്ള രാജ്യമാണ്. ജനാധിപത്യ സംവിധാനമുള്ള രാജ്യത്ത് പോലീസ് സംവിധാനം എന്ന് പറയുന്നത് ഈ നാട്ടിലെ സാധാരണക്കാരന്റെ ജീവൻ സ്വത്തിനും സംരക്ഷണം കൊടുക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി ഭരണഘടന വിഭാഗം ചെയ്ത ഒരു സംവിധാനമാണ്. ആ സംവിധാനത്തിലേക്ക് കയറി ചെല്ലുമ്പോൾ സാധാരണക്കാരന് വേണ്ടി ഒരിക്കലും പോലീസ് സ്റ്റേഷൻ വാതിലില്ല. പോലീസ് സ്റ്റേഷൻ വാതിലില്ല എന്ന് നോക്കുക. കേരളത്തിലൊരു പോലീസ് സ്റ്റേഷനും വാതിലുകളില്ല. അത് തുറന്നിട്ടിരിക്കുകയാണ്. അതൊരിക്കലും അടക്കാറുമില്ല. അത് 24 മണിക്കൂറും തുറന്നു പ്രവർത്തിക്കുന്ന ലോകത്തെ ഏക സ്ഥാപനം അത് പോലീസ് സ്റ്റേഷൻ മാത്രമാണ്. മറ്റെല്ലാ സ്ഥാപനങ്ങളും അടച്ചിടുന്ന പ്രദേശങ്ങളാണ്. അവിടെ കടന്നു ചേരാൻ, നമ്മുടെ ജീവനും സ്വത്തിനും സംരക്ഷിക്കുന്ന കേന്ദ്രങ്ങളിലേക്ക് കടന്നു ചെല്ലാൻ എന്തിനാണ് ഇടനിലക്കാരൻ? അതാണ് എൻ്റെ ഒരു ചോദ്യം, പണ്ടേ ഉള്ള ചോദ്യമാണ്. തിരുവല്ലയിൽ സബ് ഇൻസ്പെക്ടറായി പോലീസ് സേനയിൽ കയറിയ വേണുഗോപാൽ പടിപടിയായി ഉയർന്ന് SP റാങ്കിലേക്ക് പ്രമോഷൻ ലഭിച്ചിരിക്കുകയാണ്. കണ്ണൂർ അഡീഷണൽ SP ആയ വേണുഗോപാൽ ഇനി കോഴിക്കോട് വയനാട് ക്രൈംബ്രാഞ്ച് SP ആയിരിക്കും. SP ആയി സ്ഥാനക്കയറ്റം ലഭിച്ച് സ്ഥലം മാറിപ്പോകുന്ന KV വേണുഗോപാലിന് കണ്ണൂർ മീഡിയയുടെ ആഭിമുഖ്യത്തിൽ യാത്രയയപ്പ് നൽകി. റെയിൽവേ സ്റ്റേഷന് സമീപത്തെ സ്റ്റാർ ഇൻ ഹോട്ടലിൽ വെച്ചാണ് ചടങ്ങ് നടന്നത്. സംസ്ഥാന പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യനും വ്യവസായിയുമായ CK സദാനന്ദൻ KV വേണുഗോപാലിനെ സ്വീകരിച്ചു. കണ്ണൂർ മീഡിയയ്ക്ക് വേണ്ടി EK രമേശ് ബാബു, പ്രമോദ് മാവില എന്നിവർ ഷാളണിയിച്ചു. കണ്ണൂർ മീഡിയ ഡയറക്ടർ കമലാക്ഷൻ മാവിലയുടെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങ് കണ്ണൂർ കോർപ്പറേഷൻ മേയർ മുസ്ലിക് മഠത്തിൽ ഉദ്ഘാടനം ചെയ്തു. എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന ഒരു പിന്തുണ, ആ പിന്തുണ അദ്ദേഹത്തിന് നേടാനായിട്ടുണ്ട് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് പോലീസൊക്കെ ആയിരിക്കുമ്പോൾ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒക്കെ ഉണ്ടാകും. അപ്പോൾ ഒന്നുകിൽ ഭരണപക്ഷത്തോടൊപ്പം ചേർന്നിരുന്ന് പ്രവർത്തിക്കേണ്ടി വരുമ്പോൾ പ്രതിപക്ഷത്തിൻ്റെ ആക്ഷേപങ്ങൾ കേൾക്കേണ്ടി വരും. പക്ഷെ എന്നാൽ ഇവിടെ KV വേണുഗോപാൽ സാറെ കുറിച്ച് പറയുമ്പോൾ അത്തരത്തിൽ ഒരു പക്ഷത്തോട് ചേരാതെ നീതിയുടെ ഭാഗത്തിരുന്ന്, അതാണ് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചത്, അദ്ദേഹം ഒരു വക്കീലായത് കൊണ്ടായിരിക്കാം
ആ രീതിയിൽ അദ്ദേഹത്തിന് മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടുണ്ട്. കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് പി ഇന്ദിര മുഖ്യാതിഥിയായിരുന്നു. അപ്പം ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഒരു പ്രൊമോഷനായി ക്രൈംബ്രാഞ്ച് SP ആയി പോകുന്ന കോഴിക്കോടിൻ്റെയും വയനാടിൻ്റെയും ചാർജ് ആയി പോകുന്ന വേണുഗോപാൽ സാറിന് എല്ലാവിധ ഐശ്വര്യവും നല്ല സേവനവും നൽകാൻ കഴിയട്ടെ എന്ന് ആദ്യമായി പ്രാർത്ഥിക്കുകയാണ്, ആശംസിക്കുകയാണ്. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് ബാബു എളയാവൂർ, ഡൽഹി സാംസ്കാരിക വേദി പ്രസിഡന്റ് KN ജയരാജ് എന്നിവർ വിശിഷ്ടാതിഥികളായിരുന്നു. വലിയ പദവികളിലേക്ക് അത്യുന്നതമായ പദവികളിലേക്ക് ഉജ്ജ്വലമായി കയറിപ്പോകാൻ കഴിയട്ടെ. കണ്ണൂരിൻ്റെ സ്നേഹാദരം, എൻ്റെ സ്നേഹാദരം, ഞാൻ പ്രതിനിധാനം ചെയ്ത കോർപ്പറേഷൻ്റെയും മേയറും ഡെപ്യൂട്ടി മേയറും പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ ഞാനും കൂടി കോർപ്പറേഷൻ്റെ സ്നേഹാദരം മനസ്സാ അറിയിച്ചുകൊണ്ട് താങ്കൾക്കും നമ്മളുടെ കുടുംബത്തിനും ശ്രേയസ്കരമായ ഭാവി ജീവിതം ആശംസിച്ചുകൊണ്ട് എന്നെ വിളിച്ചതിന് നന്ദി അറിയിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ച് എൻ്റെ വാക്ക് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അഡീഷണൽ SP ആയിട്ട് എത്രയോ വർഷങ്ങളുടെ ബന്ധമാണ്. അദ്ദേഹത്തെ ഞാൻ പലപ്പോഴായി മനസ്സിലാക്കിയിട്ട് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ പോലീസ് രംഗത്ത് അദ്ദേഹത്തിൻ്റെ സേവനത്തെക്കുറിച്ച് നന്നായി മനസ്സിലാക്കിയ ഒരാളാണ് ഞാൻ എത്രയോ പോലീസ് ഉദ്യോഗസ്ഥന്മാരായിട്ട് ബന്ധമുണ്ട്, സീനിയർ പോലീസ് ഓഫീസേഴ്സ്, മറ്റുള്ളവരെല്ലാവരും. ഞാൻ ഒരു കാരണവശാലും ഔദ്യോഗിക ജീവിതത്തിലിരിക്കുന്ന ഒരു പോലീസ് ഓഫീസറോട് ഒരു കാര്യത്തിലും ഞാൻ റെക്കമെൻഡ് ചെയ്യാറില്ല. വസ്തുനിഷ്ഠമായുള്ള കാര്യങ്ങൾ ചില സമയത്ത് ഒരുപക്ഷെ അറിയാതെ പലർക്കും പല തെറ്റുകളും പറ്റാം. അത് നോക്കി പരിശോധിക്കണമെന്ന് മാത്രം പറയുകയല്ലാതെ ഒരു കാരണവശാലും ഇന്ന് വരെ ശ്രീ വേണുഗോപാലോട് ഞാൻ ഇന്ന കാര്യം ചെയ്തിട്ടല്ലേ ഇന്നയാളെ ഹെൽപ്പ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, പറയുകയുമില്ല. കീഴല്ലൂർ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് M രാജൻ, കൂത്തുപറമ്പ് നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MN അബ്ദുറഹ്മാൻ, വെയ്ക്ക് മുൻ പ്രസിഡന്റ് അബ്ദുൽ ഖാദർ പനക്കാട്ട്, നോർത്ത് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സ് മുൻ പ്രസിഡന്റ് മഹേഷ് ചന്ദ്ര ബാലിക, ട്രഷറർ K നാരായണൻകുട്ടി, വെസ്റ്റേൺ ഇന്ത്യ കോട്ടൺസ് ഡയറക്ടർ AK ഷരീഫ്, അഡീഷണൽ തഹസിൽദാർ KV ഷാജു, ഹരിശ്രീ ബസുടമ അനീഷ് കുമാർ, ക്രസന്റ് ഹോസ്പിറ്റൽ മാനേജിംഗ് ഡയറക്ടർ KT പ്രമോദ്, CK സദാനന്ദൻ, NR മായൻ, PP സുനിൽകുമാർ മട്ടന്നൂർ, EP രത്നാകരൻ, T മിലേഷ് കുമാർ, ഗവൺമെൻറ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി C രാജൻ, സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ ഡയറക്ടർ ഷീബ ലിയോൺ, ചലച്ചിത്ര സീരിയൽ താരം ഷൽജിത്ത് മേലൂർ, U മൻസൂർ അഹമ്മദ്, KK ബാബുരാജ് തുടങ്ങിയവർ സംസാരിച്ചു. കണ്ണൂർ മീഡിയ എഡിറ്റർ ശിവദാസൻ കരിപ്പാൽ സ്വാഗതവും അഡ്വക്കേറ്റ് ഗണേഷ് നമ്പ്യാർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ മീഡിയ. വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം. പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾഡ് സേവിംഗ് സ്കീം. പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണാഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ പർച്ച് സ്കീം. എന്നും വിശ്വസ്തയോടെ സ്വർണം സ്വന്തമാക്കാൻ ആരാധന ജ്വല്ലറി, കുവൈറ്റ് ആൻഡ് കണ്ണൂർ.